ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷിപ്പിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലവും ഭക്ഷണം എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നതും അപ്പോൾ ഭക്ഷണം എങ്ങനെ കൊണ്ടുവരുന്നതെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പിന്നെ ടൈം വേസ്റ്റ് ആക്കണ്ട, എന്നാൽ പെട്ടെന്ന് പോരി. ഇന്ന് അത്യാവശ്യത്തിന് നല്ല കാറ്റുണ്ട്, വെതർ കുറച്ച് മോശമാണ്. ആ മോശമായ വെതറിലും നമ്മളെ ബോട്ട് എത്തിയിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ സാധനങ്ങളിലായിട്ട്. ഇത് കരയിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഇതൊന്ന് സൂം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ബത്തക്കയും ആപ്പിളും പച്ചക്കറിയും കുടിവെള്ളവും എല്ലാ സംഭവം ഉണ്ട്. അതായത് ആ ബോട്ടിൽ നിന്ന് നമ്മുടെ ഷിപ്പിലെ ക്രെയിൻ വഴി ഈ സാധനങ്ങളെല്ലാം എടുക്കുക കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ ഷിപ്പിൽ ക്രെയിൻ ഓടിക്കുന്നത് ഏബിൾ സീമൻ എന്ന റാങ്കിൽപ്പെട്ട ആൾക്കാരാണ് ഓടിക്കുക. ക്യാപ്റ്റനും എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ചീഫ് എഞ്ചിനീയറും ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരും ഈ സാധനങ്ങൾ സ്റ്റോറിൽ എടുത്തു വെക്കാൻ വരണം. ഇനി നമുക്ക് വന്ന സാധനങ്ങളിലൊന്നും നോക്കാം. ഇത് മൊത്തം ഫ്രോസൺ ഐറ്റമാണ്. ചിക്കൻ, മട്ടൻ, ബീഫ് എല്ലാ സാധനവും ഇതിൻ്റെ അകത്തുണ്ട്. ഈ കാണുന്നതിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കേട്ടോ. കണ്ടോ, കയപ്പൊക്കെ ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. പിന്നെ ഇനിയും സാധനങ്ങൾ വരാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് പോവാം, അതാണ് നല്ലത്. ഈ കാണുന്നതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. അതായത് ഷിപ്പിൽ 2 സ്ഥലമുണ്ട് ഇതേപോലത്തെ, ഒന്ന് ക്രൂ സൈഡിലും ഒന്ന് ഓഫീസർ സൈഡിലും. അടുത്തതാണ് നമ്മളെ സ്വന്തം സ്ഥലം, ഗാലി, ഷിപ്പിലെ കിച്ചൺ. ഞാൻ തുറക്കാണ്, നല്ലോണം കണ്ടോ. ഇതാണ് ആ സ്ഥലം, ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം. ഈ കാണുന്നതാണ് ഫ്രൈങ് പാൻ. ഇവിടെ വെച്ചിട്ടാണ് പൊരിക്കലും കരിക്കലും എല്ലാം നടത്തുന്നത്. പിന്നെ വിറക് കത്തിക്കലും ഗ്യാസ് കത്തിക്കലും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ, എല്ലാം ഇലക്ട്രിക്കലാണ്. ഈ കാണുന്നതാണ് CO2 ബോട്ടിൽ. അഥവാ ഇവിടെ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓണാക്കിയിട്ട് പിന്നെ പൂട്ടി ഓടിക്കോളുക, ഒന്നും നോക്കണ്ട. രാത്രി ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഈ മാവ് വയ്ക്കുന്ന സാധനമാണ് ഈ കാണുന്ന സാധനം. അടുത്തത് പ്രൊവിഷൻ സ്റ്റോർ. ഷിപ്പിലെ ഭക്ഷണങ്ങൾ മൊത്തം ഇതിൻ്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്തിട്ട് വെക്കുന്നത്. അവർ എടുത്തിട്ട് വരുന്ന എല്ലാ ഭക്ഷണങ്ങളും ഈ റൂമിൻ്റെ ഉള്ളിൽ വെക്കുക കേട്ടോ. ഇനി ഈ റൂം മൊത്തം ഫുള്ളാവും. ഈ കാണുന്ന ചോപ്പ് ലൈറ്റ് മൊത്തം ഫ്രീസർ റൂമിലെ ലൈറ്റാണ് കേട്ടോ. അതായത് ചിക്കനും മട്ടണെല്ലാം നല്ലോണം തണുത്തുകൊണ്ട് നിൽക്കുന്നതെന്ന് അർത്ഥം. ഇതിൻ്റെ ഉള്ളിൽ ടോട്ടൽ 4 റൂമാണ് ഉള്ളത്. ഈ കാണുന്ന 4 റൂമിലും വ്യത്യസ്തമായ ടെമ്പറേച്ചർ ആയിരിക്കും. ഈ കാണുന്നതാണ് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന ഗേജ്. ഈ കാണുന്നത് -14 കേട്ടോ. ഇനി ഉള്ളിലൊന്ന് തുറന്നു നോക്കാം എങ്ങനെയാണ് സ്ഥിതി. നിങ്ങൾക്കിപ്പം കാണുമ്പോൾ ഒന്നും അധികം തണുപ്പായിട്ട് തോന്നില്ല, പക്ഷെ എനിക്ക് ഇവിടെ നല്ല തണുപ്പടിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് മൊത്തം ചിക്കനും മട്ടനും ആണ് കിടക്കുന്നത്. ഇനി ഈ കാണുന്ന ഫിഷ് റൂം, ഇവിടെയും പ്രത്യേകം അതിൻ്റെതായ ടെമ്പറേച്ചർ നോക്കേണ്ട സാധനമുണ്ട്. എല്ലാവിടെയും മൈനസ് ആയിരിക്കും. ഇതിന് പുറമെ 2 റൂമും കൂടിയുണ്ട്. ഒന്ന് വെജിറ്റബിൾ റൂമും പിന്നെ നമ്മളെ പാലും ജ്യൂസും എല്ലാം വെക്കുന്ന വേറൊരു റൂമും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എങ്ങനെയുണ്ട് ഷിപ്പിൻ്റെ ഉള്ളിലത്തെ ഗാലി? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.